നമ്മുടെ ഇന്നലത്തെ വീഡിയോ കണ്ടില്ലായിരുന്നു, നമ്മുടെ ദീപാവലിയോടനുബന്ധിച്ച് നമുക്കിവിടെ കരാവലിയൊക്കെ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രിയിൽ ദീപാവലിയാണ് ഇന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ പോയപ്പോൾ ചെറിയൊരു കുഞ്ഞു വീഡിയോ ഞാൻ എടുത്ത് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നലത്തെ വീഡിയോയുടെ ബാക്കി വീഡിയോ നമുക്ക് കാണാം കേട്ടോ. നല്ല ലൈറ്റ് കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വേഗം വരാം. നമ്മൾ പകല് പോയി ഫെസ്റ്റിവൽ കണ്ടതിന് നല്ല ഭംഗിയായിരുന്നു കേട്ടോ. രാത്രിയിൽ പോയി ഫെസ്റ്റിവൽ കണ്ടപ്പോഴേ നല്ല ലൈറ്റ് കാര്യങ്ങൾ, പിന്നെ നമ്മുടെ റോഡ് സൈഡിലെല്ലാം കുറേ സ്ഥലങ്ങളിൽ നിന്ന് പടക്കം പൊട്ടിക്കുന്നു, പിന്നെ അതുപോലെ നല്ല ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട്, പിന്നെ കുറേ സ്ഥലത്ത് പൂജ ചെയ്യുന്നു. നമ്മുടെ നാട്ടിലേക്ക് കഴിഞ്ഞൊക്കെ കൂടുതൽ ആഘോഷമല്ലേ നമ്മുടെ നോർത്ത് ഇന്ത്യ സൈഡിലേക്കൊക്കെ. അപ്പോൾ നമ്മുടെ നാട്ടിൽ പൊതുവെ അങ്ങനെ ദീപാവലി ആഘോഷിക്കുന്നവരൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ അത്രയും ആഘോഷം നമ്മുടെ കേരളത്തിലില്ലല്ലോ. അപ്പം ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ദീപാവലിയൊക്കെ ഇവർക്ക് നമുക്ക് ഓണം പോലെ തന്നെ വലിയ ഫെസ്റ്റിവലല്ല ഇവിടെ ദീപാവലി ആഘോഷങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ നമ്മൾ ഒരു സാധനത്തിൽ നമ്മൾ കയറിയേ, പിന്നെ നമ്മൾ തൊട്ടുകുഞ്ഞാലിലൊക്കെ കയറണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പേടി കാരണം തൊട്ടുകുഞ്ഞാലിലൊന്നും കയറിയില്ല. പിന്നെ അങ്ങനെ കറങ്ങുന്നുണ്ട്, ഈ സാധനം കണ്ട ഇതിലൊന്ന് കയറിയിട്ടാവും. അപ്പോൾ വീഡിയോ എടുക്കാനും പിന്നെ നമുക്കതിലിരിക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. പെട്ടെന്ന് നമ്മളതിൽ കയറി എനിക്ക് പേടിയായിപ്പോയി. പിന്നെ ഞാൻ കുറച്ച് നേരം ഫോണൊക്കെ എടുത്താൽ ചിലപ്പോൾ കയ്യിൽ നിന്നൊക്കെ താഴെ വീണെങ്കിലോ എന്നോർത്ത് ഫോണൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് പോയില്ല കേട്ടോ. പിന്നെ അവിടുത്തെ കാഴ്ചകൾ, ഫെസ്റ്റിവൽ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളത് ആ റോട്ടിൽ കൂടെ ഇങ്ങനെ രാത്രിയിൽ ഒരു 10 മണിയല്ല 9 മണി കഴിഞ്ഞായിരുന്നു കേട്ടോ. 8:30 9 മണി ആകാറായി. ആ സമയമായപ്പോൾ ഞങ്ങളത് കുറച്ച് ലേറ്റായാണ് ഫെസ്റ്റിവലൊക്കെ കണ്ടിട്ട് വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോഴും രാത്രിയിലെല്ലാം റോഡിലെല്ലാം നിറയെ ആൾക്കാരും ബഹളവും തിരക്കും കാര്യങ്ങളൊക്കെയാണ്. കടകളൊന്നും അടച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ റോഡിലെല്ലാം നല്ല ലൈറ്റൊക്കെ ഇട്ട് ചില സ്ഥലങ്ങളിൽ പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്കിന് പടക്കം പൊട്ടിയൊക്കെ നിന്നായിരുന്നു. പിന്നെ അങ്ങനെ വലിയ കാര്യമായിട്ട് പടക്കം പൊട്ടിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ദീപാവലിയുടെ രാത്രിയിലത്തെ ചെറിയ കാഴ്ചകൾ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല റോഡിലൊക്കെ നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പോകുന്ന ഈ ഒരു വഴിയിൽ കുറച്ച് തിരക്ക് കുറവുണ്ടായിരുന്നേ. ഈ സമയത്തും 8 9 മണി ഈ സമയത്തും കടകളെല്ലാം തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചില കടകൾ മാത്രം തുറന്നിട്ടില്ലായിരുന്നേ. അങ്ങനെ നമ്മൾ റോട്ടിലെ കാഴ്ചകളും നമ്മുടെ ഫെസ്റ്റിവലിൻ്റെ കാഴ്ചകളും എല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ട്, അപ്പോൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കിന് നമ്മൾ വീട്ടിൽ വന്ന് ആ സമയം 8:30 ആയപ്പോഴത്തേക്കിന് ഞാൻ ദീപാവലിയുടെ നമ്മുടെ തിരിയൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ തിരിയൊക്കെ കത്തിച്ച് ഇവിടെ അന്നേരം ആ സമയം എന്ത് പറയാനാ, നല്ല കാറ്റും മഴയൊക്കെ പെയ്ത് കേട്ടോ. അപ്പം അങ്ങനെ കാറ്റും മഴയൊക്കെ പെയ്ത് ഞാൻ കത്തിച്ച് വെച്ച വിളക്കൊക്കെ കെട്ടുപോയി. ഞാൻ വീഡിയോ ഒക്കെ എടുക്കാം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിന്നപ്പോഴത്തേക്കിനാണ് വലിയൊരു കാറ്റൊക്കെ വന്ന് ഞാൻ കത്തിച്ച് വെച്ച വിളക്കൊക്കെ കെട്ടുപോയത്. അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര സങ്കടം വന്ന് വീഡിയോയിലൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണിക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നത് അത് കെട്ടുപോയി. പിന്നെ 2 വിളക്ക് മാത്രം ആയിട്ട് ഈ നമ്മുടെ ഈ മെഴുകുതിരിയില്ലേ, അത് മാത്രം ഞാൻ എന്നിട്ട് കത്തിച്ച് വെച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ അതെനിക്കൊരു ഭയങ്കര സങ്കടമായിപ്പോയി. ഞാൻ നല്ല അടിപൊളിയായി വീഡിയോയിലൊക്കെ വീട്ടിലെ ദീപാവലിയുടെ തിരിയൊക്കെ കത്തിക്കുന്നത് ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നത് കാറ്റൊക്കെ വന്ന് കാരണം അതെടുക്കാൻ പറ്റില്ലായിരുന്നു. കത്തിച്ച് വെച്ച് ഞാനെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോയപ്പോഴത്തേക്കിനാണ് നല്ല കാറ്റ് വീശി അതെല്ലാം കെട്ടുപോയതും. പിന്നെ വിചാരിച്ചാൽ സാരമില്ല പോട്ടെ, ഇനി അടുത്ത ദീപാവലിക്ക് നല്ല വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിതാ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ വന്ന് വീട്ടിൽ വന്ന് വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് കമ്പത്തിരിയും പൂത്തിരിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ നമ്മൾ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ കയറിപ്പോയത്. അപ്പോൾ നമ്മൾ താഴെ ഇരുന്ന് പൊട്ടിക്കണമെങ്കിൽ റോഡിലോട്ട് ഇറങ്ങിപ്പോകണം. അപ്പോൾ റോഡിൽ വേറെ ആൾക്കാർ, നമ്മുടെ വീടിൻ്റെ അടുത്ത ആൾക്കാർ നിന്ന് പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ട്. നമ്മൾ ടെറസിൻ്റെ മുകളിലേക്ക് പോയിട്ടാണ് നമ്മൾ പടക്കമല്ല നമ്മൾ കമ്പിത്തിരിയാണ് കേട്ടോ മേടിച്ചത്. കമ്പിത്തിരി ശാമികയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. പടക്കത്തെ കഴിഞ്ഞും ഇഷ്ടം കമ്പിത്തിരിയാണ്. പിന്നെ നമ്മൾ അതൊക്കെ പൊട്ടിച്ചു. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ദീപാവലിയുടെ ആഘോഷത്തിൽ കഴിഞ്ഞിട്ടാണ്. പിന്നെ ഈ കാണുന്ന പടക്കം പൊട്ടിക്കുന്നതൊക്കെ നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ മേളിൽ നിന്ന് അടുത്ത വീട്ടുകാരും അങ്ങ് പൊട്ടിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ദീപാവലിയുടെ അന്നത്തെ രാത്രിയിലത്തെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട കൂട്ടുകാരെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും എല്ലാ കൂട്ടുകാരുടെ അടുത്തും സ്നേഹത്തോടെ ബൈ ബൈ.